തൃശ്ശൂരിലെ ഒന്നാമത്തെ സൊഫിലിരിക്കുന്ന യൂസുഫ് കൈയുടെ മകൻ, ആകെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, 17 വയസ്സ് പ്രായം, കാല് തെറ്റി വെള്ളത്തിലേക്ക് വീണ് മരണപ്പെട്ടു. ഞങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. ക്ഷമയോടെ, അക്ഷമനാവാതെ വരുന്നവരോട് ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ക്ഷമ അവലംബിച്ചു നിൽക്കുന്ന യൂസുഫ് കയ്യെ കാണാൻ പറ്റി. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ക്ഷമ നൽകുമാറാകട്ടെ. മൂത്ത 2 പെൺകുട്ടികളെ വിവാഹിതരാണ്, അറബി കോളേജിൽ പഠിച്ചവരാണ്. ആ മോനും ഇവിടെ നജാത്തിൽ 2 വർഷം പഠിച്ചതാണ്. അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് വാർത്തകളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളോട് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഇന്ന് ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടിയുള്ള കലക്ഷൻ ഉണ്ടാകും എന്നറിയിച്ചിരുന്നു. ഓർമ്മയുള്ളവരൊക്കെ എന്തെങ്കിലും നൽകണമെന്ന് വിചാരിച്ചു വന്നതായിരിക്കും. പക്ഷെ അയാൾ മരണപ്പെട്ടു. എന്നാ കലക്ഷൻ ആവശ്യമില്ല. അള്ളാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അങ്ങനെയാണ് സുഹൃത്തുക്കളെ കഥകൾ. നാം കൊടുക്കാൻ വിചാരിച്ചത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു ബാധ്യതയാക്കി ഒരുപക്ഷെ നാം വിട പറഞ്ഞേക്കാം. അത് പലതുമാകാം. ഇപ്പൊ പള്ളിയുടെ വരിസംഖ്യ, ഒരു ഉദാഹരണം ഞാൻ പറയണം. ചെറിയ സംഖ്യ ആയിരിക്കും, 150 200 ആയിരിക്കും. കൊടുക്കാം എന്ന് വിചാരിച്ച് നീട്ടി കൊണ്ടുപോയി അയാളുടെ മരണം. ഒരുപക്ഷെ പെൺകുട്ടികൾ മാത്രമുള്ളവർ ആ മരണവാർത്തയറിഞ്ഞ് പള്ളിയിലേക്ക് ബന്ധപ്പെടുമ്പോൾ 1000 പള്ളിയിൽ കൊടുക്കാനുണ്ട് എന്നറിയുമ്പോൾ ബാധ്യതയാക്കി നാം മരിച്ചു പോകുന്നു. ചെറിയൊരു അന്വേഷണത്തിന്റെ കുറവായിരിക്കാം, താങ്ങാനാവാത്ത വലിയ ഭീമമായ സംഖ്യയല്ല. ചെറുത് നാളെയാകാം പിന്നെയാകാം എന്ന നിലക്ക് വിട്ടേച്ചു പോകുന്നവർ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾ ചേർത്ത് വെക്കുക. മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും മരണങ്ങൾ നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുഭാഗത്ത്. പ്രതീക്ഷിക്കാനാവാത്ത, വിചാരിക്കാനാവാത്ത വിധത്തിൽ മനുഷ്യന്റെ മുമ്പിലേക്ക് അപകടങ്ങളും മരണങ്ങളും വരുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ദുഃഖം സ്വാഭാവികമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്ന് തൻ്റെ കുഞ്ഞ് മരിക്കുമ്പോൾ, മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുമ്പോൾ, വിതുമ്പിപ്പോകുമ്പോൾ, ചുണ്ട് വിറച്ചു പോകുമ്പോൾ സഹാബ കിറാം റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ചു, അല്ലയോ നബിയെ, നിങ്ങളല്ലേ ഞങ്ങളോട് മരണസമയത്ത് ഇങ്ങനെ കരയരുതെന്ന് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കാരുണ്യത്തിന്റെ അടയാളമാണ്. ഇവിടെ ഞാൻ അലമുറയിട്ടിട്ടില്ല, ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടില്ല, ഞാൻ നിലവിളിച്ചിട്ടില്ല. ഇത് കാരുണ്യത്തിന്റെ അടയാളമാണ്, അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചതാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുന്നു. അപ്പൊ ദുഃഖം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ വിളി നമ്മുടെ മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്ന ആലോചനയാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. ഞാൻ ഓതി വച്ച ആയത്തിൽ തവക്കുലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഓതി വച്ച ആയത്തിൽ അല്ലാഹു പറയുന്നു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നീ തവക്കുൽ ചെയ്യ് ഒരിക്കലും മരണമില്ലാത്ത റബ്ബിൽ. വേറെ ആരെയും നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കണ്ട. ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ നീ ബരമേൽപ്പിക്കും. അത് ശക്തമായ ബരമേൽപ്പിക്കൽ നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറയാണ്, 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ, വഅലല്ലാഹ്, അല്ലാഹുവിന്റെ മേലെയാണ്, ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ ബരമേൽപ്പിക്കേണ്ടത് റബ്ബിന്റെ മേലെയാണ്. മഹാനായ പണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയാ, മൻ സദഖ തവക്കുലുഹു അലല്ലാഹ്, ഒരു മനുഷ്യൻ അവൻ നടത്തുന്ന തവക്കുൽ, എനിക്ക് ഉപജീവന മാർഗം മുട്ടിയിരിക്കുകയാണ്, എനിക്കാകെയുള്ള താങ്ങായി തണലായി നിൽക്കേണ്ട എന്റെ മോൻ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഇതാ പോയിരിക്കുന്നു, ഞാനാണെങ്കിൽ പ്രായാധിക്യത്തിലാണ്,
ഭാര്യയ്ക്ക് സുഖമില്ലാതെയാണ്, ആകെയുള്ളൊരു മോനാണ് എന്നെ പിരിഞ്ഞു പോയിരിക്കുന്നത്. ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് കൈമലർത്തണ്ട, റബ്ബിൽ തവക്കുൽ ചെയ്യ്. അള്ളാഹുവിൽ നീ തവക്കുൽ ചെയ്താൽ, ഇബ്നുൽ ഖയ്യിം പറയാ റഹിമഹുല്ലാ, മൻ സദഖ തവക്കുലുഹു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ നീ നടത്തുന്ന തവക്കുൽ സത്യസന്ധമായ തവക്കുലാണെങ്കിൽ കേട്ടോ, ഒരു വിഷയത്തിൽ ഫിഹുസൂലി ഷൈഇൻ, ഒരു വിഷയത്തിൽ നടത്തുന്ന തവക്കുൽ സത്യസന്ധമാണെങ്കിൽ നാലഹു, അതവന് നേടിയിരിക്കും, അള്ളാഹു അവന് കൊടുക്കുന്ന. ഹദീസിനെ വിശദീകരിച്ച് തഫ്സീറുകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, ഒരു മനുഷ്യൻ സത്യസന്ധമായ തവക്കുലാണ് നടത്തുന്നതെങ്കിൽ അതവന് കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത്. അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന ഒരു അടിമയെ റബ്ബിന് ഇഷ്ടമാണ്. അള്ളാഹു ഖുർആനിൽ പറയാ, ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ, എനിക്കൊരു വീടുണ്ടാക്കണം, എനിക്കൊരു ഉംറയ്ക്ക് പോകണം, ഹജ്ജിന് വേണ്ടി തിരിച്ചു പോകണം, അതല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി തിരിക്കണം, ഇന്ന ഒരു കാര്യം നന്മ ചെയ്തു കൊടുക്കണം, എന്റെ ഗ്രാമത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന് വീട് പണി നടക്കുകയാണ്, അതിലേക്കൊരു സഹായം നൽകണം, ഇന്ന രോഗിയെ സഹായിക്കണം, നീ എന്തൊരു വിഷയം, ഏതൊരു നന്മയിൽ നീ തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തിൽ നീ ശക്തമായ തീരുമാനം റബ്ബിൽ തവക്കുൽ ചെയ്ത് നടത്തിയാൽ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹു തആല ഉറപ്പ് തരികയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞപ്പോ അവിടെയും അള്ളാഹുവിന്റെ പ്രവാചകൻ തവക്കുൽ പറഞ്ഞു. ഹദീസിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് കിടക്കുന്ന 70,000 ആളുകൾ, ഒരു പ്രവാചകൻ പരലോകത്ത് വരുന്നു, ഒരു ചെറിയ ടീം ആ നബിയുടെ കൂടെയുണ്ട്. വേറൊരു പ്രവാചകൻ വരുന്നു, വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് നബിയുടെ കൂടെയുള്ളത്. വേറൊരു പ്രവാചകൻ വരുന്നു, ആ പ്രവാചകന്റെ അനുയായിയായി ഒരൊറ്റ മനുഷ്യനാണ് ആ നബിയുടെ കൂടെയുള്ളത്. വേറെ ചില നബിമാർ വരുന്നു, ആരുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ വലിയൊരു മല പോലെയുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതിൽ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. സഹാബത്ത് ചോദിച്ചു, എന്താണ് പ്രവാചകരെ അവർക്കുള്ള പ്രത്യേകത, അവർ ആരാണ്? അപ്പൊ പറഞ്ഞു, ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വലാ യക്തമൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കിടക്കുന്ന ആ മഹാരഥന്മാരായ 70,000 ആളുകളുടെ പ്രത്യേകത പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവർ ദുർമന്ത്രണത്തിൽ ഏർപ്പെടാത്തവരാണ്. ഒരസുഖം വരുമ്പോ മന്ത്രിച്ചൂതിയ ഏലസും ഉറുക്കും അതുപോലെയുള്ളതൊന്നും ഉപയോഗിക്കാത്തവരും ചെയ്യാത്തവരും ചെയ്യിപ്പിക്കാത്തവരുമാണ്. പക്ഷി ശകുനം നോക്കാത്തവരാണ്. ഇന്നത്തെ ദിവസം പറ്റുന്നതാണോ? അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. പക്ഷിയെ പറപ്പിക്കും, റൈറ്റിലേക്ക് പറന്നാൽ അത് ശുഭലക്ഷണം, ലെഫ്റ്റിലേക്ക് പറന്നാൽ, ഇടതിലേക്ക് പറന്നാൽ അശുഭലക്ഷണം. അമ്പുകൾ തൊടുത്തുവിടും, അത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടാൽ ശുഭലക്ഷണം. അങ്ങനെ പലതുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സ്വഭാവവും ഇല്ലാത്തവരായിരുന്നു അവർ. പോരാ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ ശക്തമായ ഭരമേൽപ്പിക്കൽ നടത്തുന്നവരാണ്. ഇത് കേട്ട ഉടനെ ഞാൻ ഈ മിമ്പറിൽ കയറി നിൽക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവം സഹാബത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഉടനെ ഫഖാല ഉക്കാശത്ത് ബിൻ മുഹ്സൻ എന്ന് പറയുന്ന സഹാബി ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അമിൻഹും അന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനുണ്ടാകൂ ആ കൂട്ടത്തിൽ, എനിക്ക് ആ 70,000 വരുന്ന ടീമിൽ എന്നെ അള്ളാഹു ഉൾപ്പെടുത്തുമോ നബിയെ? ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല നഅം, അതെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു. ഞാനതിൽ അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണം എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ഉടനെ ഉക്കാശ എഴുന്നേറ്റിട്ട് പറയാണ് റളിയല്ലാഹു അൻഹു, നബിയെ ആ 70,000 എന്നെ ഒന്ന് ഉൾപ്പെടുത്താൻ നിങ്ങൾ ഇപ്പോ അള്ളാഹിനോട് പറയൂ. ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ ഉക്കാശയെ ആ 70,000 ഒരാളായി ഉൾപ്പെടുത്തണേ. ഇത് കേട്ട ഉടനെ ഫഖാമ ആഖർ, ഒരാൾ കൂടി എഴുന്നേറ്റു, മറ്റൊരു സഹാബി. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമിൻഹും അന, ഞാനും അതിൽ ഉണ്ടാകുമോ നബിയെ? എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയാൻ പറ്റുമോ നബിയെ? ഖാല, പ്രവാചകൻ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ,
അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി, ഉക്കാശ മറികടന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹീഹായ ഹദീസിൽ കാണാം. അപ്പം സ്വർഗത്തെ പറ്റി പറയുമ്പോൾ, ഖുത്ബനെ കേൾക്കുമ്പോൾ, ഒരു സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിനുള്ളിൽ നിന്ന് പടച്ചവനെ എനിക്കത് തരുമോ നീ, അള്ളാഹുവേ നീ അല്ലാതെ തരാൻ ആരുമില്ല, നീ നൽകണേ എന്ന അർത്ഥത്തിൽ ഹൃദയം വെമ്പൽ കൊള്ളുക എന്നത് അതൊരു മുഅ്മിനിന്റെ അടയാളമാണ്. അത് നമുക്കുണ്ടാകാറുണ്ടോ? നരകത്തിന്റെ ഭീതിയെ, അഗാധ ഗർത്തത്തെ, അവിടുത്തെ ആർപ്പ് വിളികളെ, അവിടുത്തെ നെടുവീർപ്പുകളെ, അട്ടഹാസങ്ങളെ, അവിടുത്തെ ടാറ് കൊണ്ടുള്ള കുപ്പായത്തെ, സഖൂം എന്ന വൃക്ഷത്തിലെ കായ്ക്കനികളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ റബ്ബേ എന്നെ അതിൽ ഉൾപ്പെടുത്തരുത്, റബ്ബേ പെടുത്തിക്കളയരുത് നാഥാ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഇത് ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹു ആ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കുൽ ചെയ്താൽ കിട്ടുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹ് ഹഖ്ക തവക്കുലിഹി, അല്ലാഹുവിൽ വേണ്ടതുപോലെ നിങ്ങൾ തവക്കുൽ ചെയ്താൽ ലറുസിക്തും, നിങ്ങൾക്ക് അല്ലാഹു ഉപജീവനം തരും. വേണ്ടതുപോലെ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ഹറാമിലേക്ക് ചാടരുത്. കുറച്ച് പ്രയാസം വരുമ്പോഴേക്ക് പടച്ചോൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത റൂട്ട് തിരഞ്ഞെടുക്കരുത്. റബ്ബിൽ തവക്കുൽ ചെയ്യണം. ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണല്ലോ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പറയുന്നു, ലറുസിക്തും, നിങ്ങൾക്ക് ഉപജീവനം കിട്ടുക തന്നെ ചെയ്യും. ഏതുപോലെ? കമാ തുർസഖു ത്വയ്റു തഗ്ദൂ ഖിമാസ വതറൂഹു ബിത്വാന. പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ രാവിലെ ആരെങ്കിലും എടുത്തു വെച്ചു എന്ന് വിചാരിച്ചിട്ടാണോ? കാക്കകൾ അവർ കൂടുകൂട്ടിയ മരത്തിന്റെ ശാഖകളിൽ നിന്ന്, കൊമ്പുകളിൽ നിന്ന്, കൊക്കുകൾ അത് താമസിക്കുന്ന മരത്തിന്റെ ചില്ലകളിൽ നിന്ന്, അല്ലാത്ത പക്ഷികൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്ന മരത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട് എന്ന നിലക്കല്ല. അവർ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പറക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, വതറൂഹു ബിത്വാന, നിറഞ്ഞ വയറുമായിട്ടാണ് അവർ വൈകുന്നേരം തിരിച്ചു വരുന്നത്. അതുപോലെ നിങ്ങൾ ഒട്ടിയ വയറുമായി, പ്രയാസമുള്ള വയറുമായി, കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ തവക്കുൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വാക്കായി നമ്മൾ അറിയിക്കുകയാണ്, ലറുസിക്തും, നിങ്ങൾക്ക് ഉപജീവന മാർഗം കിട്ടുക തന്നെ ചെയ്യും. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്ന വാക്കുണ്ട്. വളരെ ഗൗരവമുള്ള വാക്കാണ്, ചിന്തനീയമായ വാക്കാണ്. ഫർരിഖ് ഖാതിറക ലിൽ ഹമ്മി ബിമാ ഉമിർത ബിഹി. എന്താണ് അതിന്റെ അർത്ഥം? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിന്റെ ഇബാദത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഫർരിഖ് ഖാതിറക ലിൽ ഹമ്മി ബിമാ ഉമിർത ബിഹി, നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്തോ അതൊക്കെ നീ ചെയ്ത് ഒഴിഞ്ഞിരിക്ക്, അള്ളാഹുവിന് വേണ്ടി ഇരിക്ക്. എന്നാലോ പടച്ചോൻ തരും മാർഗം. വലാ തശ്അൽഹു, നീ വെറുതെ അസ്വസ്ഥനാകണ്ട, നിന്റെ മനസ്സ് വെറുതെ അസ്വസ്ഥമാക്കണ്ട. ബിമാ ളുമിന ലക്, പടച്ചവൻ നിനക്ക് വാഗ്ദാനം തന്നതിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ, പടച്ചവൻ ഉറപ്പ് തന്നതിനെ കുറിച്ച് വെറുതെ ആലോചിച്ച് അസ്വസ്ഥാകേണ്ട ആവശ്യമില്ല. എന്താണ് ഈ ഉറപ്പെന്നത്? എന്താ ഉറപ്പ് തന്നത്? ഫഇന്ന റിസ്ഖ, തീർച്ചയായും നിന്റെ ഉപജീവനം, വൽ അജല, നിന്റെ ഡേറ്റും. ഭൂമിക്ക് പറന്നു വീണ മനുഷ്യനുള്ള ഭക്ഷണവും പടച്ചോനോന് നിശ്ചയിച്ചത് 50 കൊല്ലാണെങ്കിൽ 50 കൊല്ലം. അത് ഏത് ക്യാൻസർ ആയാലും ഏത് രോഗമാണെങ്കിലും പടച്ചോൻ നിശ്ചയിച്ച ഡേറ്റ്. മനസ്സിലായില്ലേ? റബ്ബ് നിനക്ക് നിശ്ചയിച്ച ഡേറ്റും നിനക്ക് നിശ്ചയിച്ചു വച്ച റിസ്ക്കും അത് ഖരീനാനി മദ്മൂനാനി, അത് രണ്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, രണ്ടും ഉറപ്പുള്ളതാണ്. പിന്നെ എന്തിനാ നീ പേടിക്കണമെന്ന് ആലോചിച്ചു? നിന്റെ റിസ്ക്, നിന്നെ ഭൂമിയിലേക്ക് നിന്റെ ഉമ്മ പിറന്നു പ്രസവിച്ചു, നീ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു, എന്നാ പടച്ചോ നിനക്ക് റിസ്ക് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പം മരിക്കും, പക്ഷെ നിന്നെ ഒരാളുടെ കരങ്ങളിലൂടെ വളർത്താൻ പടച്ചോ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് നീ വളർന്നോളും, ബേജാറാകണ്ടാന്ന്, വെപ്രാളപ്പെടണ്ടാന്ന്. നാക്കാലികളിൽ ഒരു പട്ടി പ്രസവിച്ച് 5 കുഞ്ഞുങ്ങളായി. പെട്ടെന്ന് വണ്ടി വന്ന് അമ്മ പട്ടിയിൽ കയറി മരിച്ചുപോയി, ചത്തുപോയി. പിന്നെ എവിടെങ്കിലൊക്കെ രോഗവാലത്തിന്റെ ചുവട്ടിലോ വല്ല മരത്തിന്റെ മറവിലോ അപ്പൊ ആരെങ്കിലും കാണും, എന്തെങ്കിലും കൊടുക്കും, അവർ വളരും. മനസ്സിലായില്ലേ? ബേജാറാവണ്ടാന്ന്.
പിന്നെ മനുഷ്യന്റെ കാര്യമോ ശ്രദ്ധിക്കാൻ ധാരാളം ആളുണ്ടാവും. അതിനൊക്കെ മാർഗം അള്ളാഹു കാണും. അതുകൊണ്ട് ഇത് രണ്ടും ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. നിന്റെ ഡേറ്റും നിന്റെ അജലും അതുപോലെ നിന്റെ ഉപജീവന റിസ്ക്കും ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തിനാ നീ അസ്വസ്ഥനാകുന്നത്? നിന്നോട് പറഞ്ഞത് ചെയ്യ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് റബ്ബിൽ ഒന്ന് തവക്കുൽ ചെയ്ത് ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോയി നോക്ക്. അള്ളാഹു തുറക്കും വഴി. ഖുർആനിൽ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നോ അവന് ഞാൻ ബുദ്ധിമുട്ടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ബ്ലോക്കായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവന് ഞാൻ എക്സിറ്റ് കൊടുക്കും, പുറത്ത് കടക്കാനുള്ള വഴി കൊടുക്കും. പക്ഷെ ആരാവണം? തഖ്വയുള്ളവനാകണം, സൂക്ഷ്മതയുള്ള ആളാകണം. ചിലപ്പോൾ നല്ല രോഗം തരും, പരീക്ഷിക്കാണ്. പ്രവാചകന്മാർക്ക് ധാരാളം പരീക്ഷണം ഉണ്ടായിട്ടില്ലേ? ക്യാൻസർ വയറിന് വന്നിട്ട് കരഞ്ഞ ഉമ്മ ഈ അടുത്ത കാലത്ത് മരിച്ചു. ആ ഉമ്മ മരിക്കുന്നതിൻ്റെ തലേന്നും പറഞ്ഞു, എൻ്റെ പല്ലിങ്ങനെ ഞാൻ കടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരസിയിട്ട് എൻ്റെ മക്കള് ചോദിക്കും, എന്താ ഉമ്മ നിങ്ങൾ ഈ കാണിക്കണത്? ഞാൻ അപ്പോഴും അള്ളാഹിനെ കുറിച്ച് പറയും, റബ്ബേ നീ മഹാനാണ്, റബ്ബേ നീ എത്രയോ പരിശുദ്ധനാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? മരണമാണ് നല്ലതെങ്കിൽ എനിക്ക് നീ മരണം കൊണ്ട റബ്ബേ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. നിന്നെക്കുറിച്ച് ഇതുവരെ ഈ 60-ാമത്തെ വയസ്സ് വരെ റബ്ബേ നിന്നെക്കുറിച്ച് തെറ്റായ ഒരു വിചാരമോ വികാരമോ എന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല, ഈ ബോധമുള്ളിടത്തോളം വരില്ല. പിന്നെ എന്തിനാണ് റബ്ബേ എന്നെ നീ പരീക്ഷിക്കുന്നത്? എന്നെ തിരിച്ചു വിളിക്കൂ അല്ലാ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ഉമ്മയെ ഓർത്തു പോകുന്നു ഈ സന്ദർഭത്തിൽ. എത്ര വലിയ പരീക്ഷണം വന്നാലും എൻ്റെ റബ്ബ് എൻ്റെ മേൽ പരീക്ഷിക്കുകയാണ് എന്ന നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു ഭയപ്പാട് നമുക്ക് ആ വിഷയത്തിൽ വരില്ല. പിന്നെ അള്ളാഹു ഖുർആനിൽ പറയുന്ന മറ്റൊരു വചനം എന്താ അറിയോ? അല്ലദീന സ്വബറു, സ്വർഗം കൊടുക്കുന്ന ടീമിനെ കുറിച്ച് അല്ലാഹ് പറയാ, അല്ലദീന സ്വബറു, അവർ ക്ഷമിക്കുന്നവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എത്ര മനോഹരമായ വചനാണ്. ഈ ഖുതുബ കഴിഞ്ഞു പോകുമ്പോൾ ഈ ആയത്തറിയുമെങ്കിൽ ആയത്ത് മനസ്സിൽ വെക്കണം, അല്ലെങ്കിൽ അർത്ഥമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, എന്റെ റബ്ബ് എനിക്ക് വേണ്ടി എഴുതി വെച്ചതല്ലാതെ എന്നെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. എന്താ പറഞ്ഞേ? റബ്ബ് ഷിയാബിന് വേണ്ടി എന്താ എഴുതി വെച്ചത് അതേ ഷിയാബിന് വരുള്ളൂ. 10,000-കണക്കിന് ആളുകൾ എന്നെ എതിർക്കാൻ തീരുമാനിച്ചാലും അവരുടെ പക്കൽ നിന്ന് ഒരു ചരക്കല്ലിന്റെ പോറലേൽപ്പിക്കാൻ പടച്ചവൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, 1000-ങ്ങളല്ല 10,000-ങ്ങൾ ഒന്നിച്ചു വന്നാലും ഒരു രോമത്തിൽ തൊടാൻ ഒരാൾക്ക് കഴിയില്ല, പടച്ചവന്റെ പരീക്ഷണമായി അവനെ ഏൽപ്പിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ. അതാ ഒരു മുസ്ലിമിന്റെ വിശ്വാസം. എന്താ പറഞ്ഞത്? ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് വേണ്ടി എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ അതല്ലാതെ എന്നെ ബാധിക്കുകയില്ല, നമ്മളെ ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് നമ്മുടെ യജമാനൻ. ഖുർആനാ പറയണത്. പിന്നെ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക്, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക്, നമ്മുടെ വീട്ടിലൊരാളെ തിരിച്ചു വിളിക്കുമ്പോഴേക്ക് അസ്വസ്ഥനായി എന്തെങ്കിലും വിളിച്ചു പറയണ്ട. വിശ്വാസം ഉറപ്പിക്കണം, ഹൃദയത്തിനുള്ളിലേക്ക് വിശ്വാസം ഉറക്കണം. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ മേൽ മുഅ്മിനുകൾ വിശ്വാസം ഉറപ്പി തവക്കുൽ ചെയ്യട്ടെ, നല്ല വിശ്വാസികളായി റബ്ബിൽ അവർ ബരമേൽപ്പിക്കട്ടെ. എന്താണ് ആയത്ത്? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ മനസ്സിലുണ്ടാവാനാണ്. കുല്ലൻ യുസീബന, പറയൂ ഞങ്ങളെ ബാധിക്കുകയില്ല. എന്ത്? ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. ഈ വിശ്വാസം ഉണ്ടോ? അതാ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ, സഹാബത്തിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നി എങ്ങനെ അവർക്കൊക്കെ കഴിഞ്ഞതെന്ന്. അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ വിശ്വാസം കെട്ട് കയറി ചെന്നു. എന്തു വന്നാലും റബ്ബ്, ഫലസ്തീനിലെ മക്കൾ ഹോസ്പിറ്റലിൽ ഒരു കാല് പോയി അല്ലേ, മറ്റേ കാല് പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ നോക്കുകയാണ്. ശക്തമായ വേദനയിലും അവരിങ്ങനെ പറയാം, ഹുവ മൗലാന. വീഡിയോ എടുത്തു നോക്കി ഒരു പറയുണ്ടാവും, അവനാ ഞങ്ങളെ യജമാനൻ. പോലീസ് ഇങ്ങനെ പട്ടാളം, ജൂത പട്ടാളം തോക്ക് ചൂണ്ടിയിട്ട് ചെറിയ കുട്ടികളോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആകാശത്ത് ഇങ്ങനെ വിരൽ ചൂണ്ടും, അവനുണ്ട്, ഇന്ന് നീ ജയിക്കും, പക്ഷേ അവനെല്ലാം കാണുന്നുണ്ട്. ഇത്ര പോന്ന കുട്ടിയൊക്കെ എങ്ങനെ അങ്ങനെ പറയാൻ തോന്നുന്നത്? ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം കെട്ട് കയറി, ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഈ ലോകം വലുതല്ല, വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്,
വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആ വിശ്വാസം ഉറപ്പിക്കണം. ശക്തമായ തവക്കുൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്. നിങ്ങൾ വിചാരിക്കാത്ത റൂട്ടിലായിരിക്കും അവൻ നിങ്ങൾക്ക് ഉപജീവനം തരിക. എന്താ പനി ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അള്ളാഹു ഒരു വഴിയാണ് തുറക്കുക. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല, ഒരു പ്രശ്നമേ അല്ല. അതാ പറഞ്ഞത്, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആര് റബ്ബിൽ ബരമേൽപ്പിക്കുന്നുവോ അവന് അല്ലാഹു മതി. ഇനി എന്തിനാ തവക്കുലിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം? ഒരു വിശ്വാസിക്ക് അല്ലാഹുൽ തവക്കുൽ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവൻ മതി, അല്ലാഹു മതി അവന്. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. സർവശക്തനായ അല്ലാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോ, ഈ തീയിലേക്ക് എന്നവർ തള്ളിയിടുമ്പോ തീ തണുപ്പേകുമെന്ന് മുൻകൂട്ടി അറിയില്ല. അത് നാടകമൊന്നുമില്ല, മുൻകൂട്ടി അറിയില്ല. ആ ശത്രുവിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. തവക്കുല. ഞെട്ടിപ്പോയി ശത്രുക്കൾ. എന്ന ഒരു പ്രത്യേക തരം ദണ്ടുപയോഗിച്ചിട്ട് തീക്കുണ്ടാരത്തിലേക്ക് തള്ളാൻ പോവുക. അടുത്തേക്ക് ചെല്ലാൻ പറ്റും, അത്ര ചൂടല്ലേ. അതുകൊണ്ട് തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് ഇവർ വരാതെ കുറച്ച് ദൂരെ നിന്ന് കൂട്ടം കൂട്ടമായി വന്നിട്ട് ഒരു വടി കൊണ്ട് തള്ളിടാൻ പോവുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചോദിച്ചു, എന്താ പറയാനുള്ളത്? ഒറ്റ വാക്കാ, വിരൽ ഉയർത്തിപ്പിടിച്ചിട്ട്, തള്ളിക്കോ. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതിയടോ. അത് പറയണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഇങ്ങനെ തിളച്ചു വരണം. വനിഅമൽ വകീൽ, വരമേൽപ്പിക്കാൻ ആ റബ്ബ് എത്ര നല്ലവനാ. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോ. ചുട്ടുപടുത്ത കമ്പി നാഭി കൂടി കയറ്റി ഇങ്ങനെ പുറത്ത് വന്നപ്പോ സുമയ്യ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ല അവര്, എന്താ പറയാനുള്ളത്? കെട്ടിയിട്ട വള്ളികൾക്കിടയിൽ നിന്ന് ചൂണ്ടുവരലിങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, എന്ത്? അല്ലാഹു അക്ബർ. അതാണ് വിശ്വാസത്തിന്റെ കരുത്ത്. സൗർ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ ശത്രുക്കൾ ഇങ്ങനെ വരുന്നത് അവരെ കാലിങ്ങനെ കാണുന്നുണ്ട് ഗുഹയെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ നബിയേ, ഇപ്പോ ഒന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണും. അവരൊന്ന് കുനിഞ്ഞാൽ, തെരയുമ്പോ പിന്നെ ഒരു ഗുഹ കാണുമ്പോ ഒന്ന് കുനിഞ്ഞു നോക്കൂലേ? അടുത്തെത്തിയിട്ടുണ്ട് നബിയെ, അവര് കുനിഞ്ഞാൽ നമ്മളെ കാണും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നമ്മൾ രണ്ടാളും ഒറ്റക്കാണ് ഈ ഗുഹയിൽ നിന്നാണോ അബൂബക്കറെ നീ വിചാരിച്ചത്? അല്ലാഹു മഅനാ, അല്ലാഹു മഅനാ. നമ്മൾ രണ്ടാളുമല്ല അബൂബക്കറെ, ഈ ഗുഹയിൽ നമ്മുടെ കൂടെ റബ്ബുണ്ട്. അവർ കുനിയില്ല. പോയി അവർ എല്ലാ മുക്കുമൂലിയും തപ്പുന്ന ആളുകൾ ഒരു ഗുഹ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊന്നും നോക്കൂലേ? നോക്കിയില്ല. അല്ലാഹു മഅനാ, ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട്. അബൂബക്കറെ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, ഉറക്കെ പറഞ്ഞു. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാ പ്രിയപ്പെട്ടവരെ. ഹാജറ ബീവി ആരാരുമില്ലാത്ത ആ മരുഭൂമിയിൽ, ആരാരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുമ്പോ ധാരാളം തവണ ഹാജറ ബീബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഐന തദ്ഹബ് വതത്റുകുനാ ബിഹാദൽ വാദി ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈ. ഒരു മനുഷ്യനോ ഒരു വെള്ളമോ ഒരു പാറ്റകളോ പ്രാണികളോ സസ്യങ്ങളോ ചെടികളോ മരങ്ങളോ ഇല്ലാത്ത, ആരാരുമില്ലാത്ത ഈ മണൽക്കാട്ടിൽ ഞങ്ങളെ ഇട്ട് പോവുകയാണോ? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാജറ ബീവി ചോദിക്കാണ്, ഭർത്താവല്ലേ, നിങ്ങൾ ഈ എന്നെയും കുട്ടിനെയും ആ ഒരു തുള്ളി വെള്ളമില്ലാത്ത, മരങ്ങളും ചെടികളും ഇല്ലാത്ത, പക്ഷികളില്ലാത്ത, ഒരു ഇൻസ് ഒരൊറ്റ മനുഷ്യനും ഇല്ലാത്ത ഈ മണൽക്കാട്ടിലിട്ട് നിങ്ങൾ എങ്ങട്ടാ പോകുന്നത്? ഫഖാലത്ത് ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, ദാലിക മിറാറൻ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം വിളിക്കാണ്. അറബികൾ ഇപ്പോഴും പേരാ വിളിക്കുക ഭർത്താവിന്. അതിൽ ചില ബഹുമാന പദങ്ങളൊക്കെ ചേർക്കും, അത് വേറെ. ചോദിക്കുക, എങ്ങോട്ടാ ഞങ്ങളെവിടെ ഇട്ട് പോകുന്നത്? തിരിഞ്ഞു നോക്കിയില്ല. വജഅല ലാ യൽതഫിത് ഇലൈഹാ ലാ യൽതഫിത് ഇലൈഹാ. ഈ വിളിക്കുന്ന വിളിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അപ്പൊ വീണ്ടും ഹജറ ബീവി ഫഖാലത് ലഹു, ഇബ്രാഹിം നബിയോട് ഒരു ഉറക്കെ, നിങ്ങളുടെ തൊണ്ടേന്നൊക്കെ ഇങ്ങോട്ട് ഒരു വലിയ പ്രയാസമുള്ള ഒരു ഒച്ചയിൽ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഇവിടെ ഇട്ടേച്ചു പോകാൻ അല്ലാഹു പറഞ്ഞതാണോ നിങ്ങളോട്? ഇബ്രാഹിം നബി തിരിഞ്ഞു, നഅം, അതേന്ന് പറഞ്ഞു. അപ്പോ ഹജറ ബീവി പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഖാലത് ഇദല്ല യുളയ്യുന, പോയിക്കോളൂ, അല്ലാഹു ഞങ്ങളെ കൈവിടില്ല. അല്ലാഹു പറഞ്ഞതാണോ? പോയിക്കോളൂ, അല്ലാഹു ഞങ്ങളെ കൈവിടില്ല.
അതാണ് ഈമാൻ, അതാ തവക്കുൽ. ഇത് പറയാൻ എളുപ്പ, കേൾക്കാൻ എളുപ്പ. പക്ഷേ ജീവിതവുമായി തട്ടിച്ചു നോക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിനോട് തമ്മിലുള്ള ആ പോരാട്ടവും മത്സരമൊക്കെ കഴിഞ്ഞു അല്ലേ? ചരിത്രത്തിൽ നമുക്കത് ഓർമ്മയുണ്ട്. അവസാനം രക്ഷല്ല. ഫിർഔൻ എന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ടീമിനെയും അറുകൊല്ല ചെയ്യാനാ തീരുമാനം. ഓടി മുന്നില്, നിങ്ങൾ ആലോചിച്ചോ, ഓടിയിട്ട് നമ്മൾ നീന്തിക്കിടക്കാൻ പറ്റാത്ത ഒരു നദിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും ഒപ്പുണ്ട്. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോ ഫിർഔനും ടീമും നല്ല മൂർച്ചയേറിയ വാളൊക്കെ ആയിട്ട് ഓടി വരിക. അതുകൊണ്ട് ആ സമയത്ത് ഖുർആൻ പറയണേ, മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയോട് കൂടെയുള്ള ആൾക്കാർ പറയാ, മൂസാ നബി ഇപ്പൊ നമ്മളെ പിടികൂടും, ഇനി രക്ഷല്ലട്ടോ, ഒലെത്താനായി. എങ്ങോട്ട് പോകും നമ്മൾ? മുന്നിൽ വെള്ളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പതറിയോ? ഇല്ല. മൂസാ നബി പറഞ്ഞു, ഖാല കല്ലാ, അങ്ങനെ നിങ്ങൾ പറയാനായിട്ടില്ല, അങ്ങനെ പറയല്ലേ. ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, ഒരു വഴി അവൻ കാണിച്ചു തരും. അചഞ്ചലമായ തവക്കുൽ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, ഒരു വഴി അവൻ കാണിച്ചു തരും. ഉടനെ അല്ലാഹു വഹി അറിയിച്ചു മൂസാ നബിയോട്, അടിക്ക് വടി കൊണ്ട് വെള്ളത്തിൽ. തഫ്സീർ പറയാണ്, ഒരു ഉണങ്ങിയ വടി, രണ്ടു ഭാഗത്തേക്കും വെള്ളം അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു ഉണങ്ങിയ വടി. ഇത് ബാലരമീൻ പൂമ്പാറ്റത്തെ കഥയല്ല, അള്ളാഹുവിന്റെ കലാമും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, തമാശക്കളിയല്ല. അതാണ് വിശ്വാസത്തിന്റെ കരുത്ത്. അള്ളാഹു ഈ അർത്ഥത്തിൽ വിശ്വാസരംഗത്തെ ഉറപ്പിച്ചു നിർത്തി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിൽ തവക്കുൽ ചെയ്യാൻ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ 16 കൊല്ലം കുട്ടികൾക്ക് വേണ്ടി കാത്തിരുന്ന് 22 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിൽ 6ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളെ അള്ളാഹ് കൊടുത്തു. അപ്പോഴേക്ക് 23ാമത്തെ കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. മൂത്ത കുട്ടിക്ക് 6 വയസ്സായിട്ടുള്ളൂ, രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സാ. ആ കുട്ടികൾ ബാക്ക് സീറ്റിലിരുന്ന് കളിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്ന വാപ്പ ഉറക്കം വന്നിട്ട് സൈഡാക്കുന്നു. ഒരു അറബിയുടെ വാഹനം വന്ന് ഈ കാറിന്റെ പിറകിൽ അടിക്കുന്നു. 2 കുട്ടികളും സ്പോട്ടിൽ മരിക്കുന്നു. അവരെ കാണാൻ നമ്മുടെ ആളുകൾ ചെല്ലുമ്പോൾ, ഈ സംസാരിക്കുന്ന ഞാനും അവിടെ കൂടെയുണ്ട്, ചെല്ലുമ്പോൾ ചെറിയ കുട്ടിയുടെ മയ്യത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് 16 കൊല്ലത്തെ പ്രാർത്ഥനയും ട്രീറ്റ്മെന്റിന്റെയും ഫലമായി പടച്ചോൻ കൊടുത്ത 2 കുട്ടികളും മയ്യത്തായി കിടക്കുമ്പോൾ ചെറിയ കുട്ടിയുടെ മയ്യത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ള പണ്ഡിതന മനുഷ്യന്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് പറഞ്ഞു, സഹിക്കാൻ പറ്റുന്നില്ല, സാരല്ല. കണ്ണീരോടുകൂടി പറഞ്ഞപ്പോ, കരയരുത്, ഞങ്ങൾക്ക് 16 കൊല്ലം പടച്ചോൻ തന്നിട്ടില്ല, പിന്നെ 23 കൊല്ലായി, ഇപ്പൊ 2 കുട്ടികളെ തന്നു റബ്ബ്, പടച്ചോൻ തന്നതാ, ഓൻ തിരിച്ചു വിളിച്ചു, സാരല്ല. വിശ്വാസിയെ പരീക്ഷിക്കുമ്പോൾ നിങ്ങളല്ലേ ക്ലാസ് എടുത്തുന്നത്, നിങ്ങൾ കരയാണോ? ചെയ്യല്ലേ, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ ഓർക്കുന്നു, ഈ മെമ്പറിൽ വെച്ച് സ്മരിക്കുന്നു. അള്ളാഹു അവർക്ക് ഇനിയും നല്ല സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലേ? അത് പറഞ്ഞ ജീവിതവുമായി തട്ടിക്കണം. അപ്പോഴാ ഹദീസ് ആയത്തൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന സമയമാണ്. ഇത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് മനസ്സ് ചാഞ്ചല്യമായി അല്ലേ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ഈമാനിന്റെ കുറവാ. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.